നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിലാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് അറിയാലോ. ഞാനിവിടെ എൻ്റെ കുഞ്ഞമ്മയുടെ സർജറി ആയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് നിറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം. പാവം ഒരമ്മ കരയാണ്, എൻ്റെ കണ്ണും നിറയുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യണം, ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കണം. ഞാൻ കണ്ടാണ് രണ്ട് പൊടി പിള്ളേർ, കൈക്കുഞ്ഞുങ്ങളാണ്. ഭർത്താവ് എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ പണിക്ക് പറഞ്ഞ എന്നെ പോലെ ഒരു സാധാരണക്കാരനാണ്. അമ്മച്ചി പത്രം വിട്ടാണ് ജീവിക്കുന്നത്. നെയ്യാറ്റിൻകരയാണ് താമസം. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കേട്ടിട്ടുള്ളതുമാണ്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളെ കൊണ്ടുപോയിട്ട് പരിശോധിച്ചിട്ട് ഈ ഡോക്ടർമാർക്ക് ഇങ്ങനെ കയ്യബദ്ധം പറ്റുന്നതെന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണോ? ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ എത്തിച്ച് ആരോഗ്യമന്ത്രി ഇത് അറിഞ്ഞ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. ഞാനത് അമ്മച്ചിയുടെ അടുത്ത് ഞാൻ ചോദിക്കണം, മോക്ക് എന്തിനാണ് പറ്റിയെന്നുള്ള കാര്യം ഞാൻ അമ്മച്ചി പറഞ്ഞു തരും. മോക്ക് എന്താണ് പറ്റിയത് നിങ്ങളതെല്ലാവരും അറിയണം. എന്റെ മോള് പ്രസവത്തിന് പോയി. പ്രസവിച്ച് വന്നതിന് ശേഷം എന്റെ പിള്ളേക്ക് വേദന എല്ലാം. വീട്ടില് ഒരു നിമിഷം പോലും എന്റെ പിള്ളേക്ക് ഇരിക്കാൻ പറ്റില്ല. എന്തൊരു ചെയ്തെന്ന് അറിഞ്ഞൂടെ എന്ന്. പിള്ളേക്ക് നൂന്നിരിക്കാൻ പറ്റില്ല, കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല. പിള്ളേക്ക് എന്നും വേദന എന്നും ഒരു ദിവസം 2 പ്രാവശ്യം വെച്ച് വേദനയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ഒരു നിലയില്ല. ആശുപത്രി നെയ്യാറ്റിൻകര കൊണ്ടുപോയി അവര് പറഞ്ഞ് വേദനയെങ്കിൽ ട്രിപ്പ് ഇടാന്ന്. പിള്ള പറഞ്ഞ അമ്മ ഞാൻ മരിച്ചു, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ അമ്മ എന്ന് പറഞ്ഞ് അപ്പുറപ്പുറമുള്ള നാട്ടുകാർ വന്ന് എന്റെ പിള്ളയെ ജൂബിലിൽ കൊണ്ടുപോയി. ഞങ്ങൾ 7 ദിവസം അവിടെ കിടന്നു 14 ദിവസത്തെ ചികിത്സ ചെയ്ത്. അവിടുത്തെ സ്കാൻ ചെയ്തെല്ലാം ചെയ്തപ്പോ അവളെ വയറ് മൊത്തവും പഴുത്തു കുടുങ്ങി. ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, അവളെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനെ കൂട്ടി 3 സ്റ്റെപ്പ് അതിന് എന്തൊരു സർജറി ചെയ്യണോ, ഓപ്പൺ സർജറി വേണോ? എനിക്കറിയാം, എന്റെ പിള്ളേ എനിക്ക് വേണം അപ്പാ. 2 കൊച്ചു പിള്ളേരെ കൊണ്ട് ഞാൻ നടക്കണ എനിക്ക് അറിഞ്ഞൂടെ കൊണ്ട് എനിക്ക് ഒരു പോവാൻ ഇരുന്ന് തന്നു. ആരെയും ഞങ്ങളെ സഹായിക്കാനില്ല, എന്നെ സഹായിക്കാനില്ല. എന്റെ ചിന്നുമോളെ എനിക്ക് വേണം അപ്പാ, എന്നെ രക്ഷപ്പെടുത്തി എല്ലാരും കൂടെ. യേശുവേ എന്റെ പൊന്നു മോൾ, അയ്യോ എനിക്ക് അറിഞ്ഞൂടാ. ഹോസ്പിറ്റലിലെ ഈ ഡോക്ടറിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ എന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞ് അവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞ്. പിന്നീട് കൊണ്ടുപോയപ്പോ അവരൊന്നും പറഞ്ഞില്ല. പിള്ള വിളിച്ചപ്പോ പറഞ്ഞ് അവിടെ കൊണ്ടുവരാം. അപ്പൊ ഡോക്ടറെ നമ്മൾ കണ്ണപ്പെണ്ണുങ്ങള് നമ്മളെ നോക്കിയില്ലല്ല, എന്റെ വയറ്റിൽ കൈവച്ച് നോക്കിയില്ല. നിങ്ങൾ എന്തരാണ് എവിടെ വേദനയാന്ന് കടത്തി നോക്കിയില്ല. നിങ്ങൾ വന്ന് കടക്കി ട്രിപ്പ് ഇട്ടേരാന്ന് പറഞ്ഞ്. ട്രിപ്പ് ഇടുന്നത് വെള്ളം കുടിക്കാത്തതിന് പകരം പിള്ള ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നു. ഒരു ദിവസം എത്ര കാലം വെള്ളം കുടിക്കണമെന്ന് എനിക്കറിയാം. ഒരു നേഴ്സാണ്, ഇന്നും വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ്. അവൾക്ക് എല്ലാവരെയും ഒരു ഡോക്ടറെ കാട്ടി അവൾക്ക് അറിയാം മരുന്നിന്റെ എന്തരാക്കാണ് അവളുടെ ശരീരത്തിൽ ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ അവൾക്ക് എല്ലാം അറിയാന്നുള്ള ഒരു പെൺകൊച്ചാണ് ഈ സംഭവം പറ്റിക്കിടക്കണ എന്റെ ഒരു മോക്ക്. എനിക്കറിയൂടെ. പ്രേക്ഷകർ അറിയാനായിട്ട് സിസേറിയൻ ചെയ്യാനായിട്ട് പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കാതെ സിസേറിയൻ ചെയ്യാനായിട്ട് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാര് സിസേറിയൻ ചെയ്തതിന് ശേഷമാണ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് വയറിലെ വേദനയും കാര്യങ്ങളും ട്യൂബ് കണക്കത്തെ ഒരു സംഭവമുണ്ട്. അത് കയറി ഇൻഫെക്ഷൻ ആയി. അവർ ഇതുവരെയായിട്ടും അത് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ അവർ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ച് അവിടെ സ്കാനിങ് എടുത്തപ്പോൾ അത് കണ്ടുപിടിച്ച് അവരാണ് അവിടെ നേരെ SAT ഹോസ്പിറ്റലിൽ വിട്ടത്. എല്ലാവർക്കും പറയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടാവും SAT കൊണ്ട്. കാര്യം ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാര്യം ഇന്ന് ഞാൻ കണ്ട കണ്ണ് നിറഞ്ഞതാണ്. ഒരു ഭർത്താവ് ഈ സാധാരണക്കാരെ ലോട്ടറി കച്ചവടം ഊരിട്ടാലെല്ലാം നടന്നു പോയി വളർത്തിയ എന്റെ പൊന്നു മകൾക്ക് ഇങ്ങനെ കൈവീട് വന്നല്ലോ ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എന്റെ പൊന്നു മകൾക്ക്. ഈ ഡോക്ടർ എന്നെ വിളിക്കുമ്പോൾ ഡോക്ടർ വിളിച്ചാൽ ഉടനെ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. കാര്യം ഡോക്ടറെ കട്ട് ചെയ്ത് കളയണം. ഡോക്ടറിന്റെ മക്കളാണെങ്കിൽ അപ്പം സാധാരണക്കാരെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ പേരിൽ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഇതിന് ആക്ഷൻ എടുത്താൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുരളീധരൻ സാർ അറിയാൻ വേണ്ടി ഇതിനൊരു ആക്ഷൻ എടുക്കണം. ഈ പാവങ്ങളായ എന്നെ പോലെ പാവങ്ങളായ ഇവർക്ക് ഒരു സഹായം ചെയ്ത് കൊടുത്ത് ആ 2 പിള്ളേർക്ക് ആ കൊച്ചുങ്ങൾ അമ്മേനെ വേണം. ആ അമ്മേനെ 2 പിള്ളേരാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇത് ചെയ്തു കൊടുക്കണം. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. എത്തേണ്ടടുത്ത് എത്തിച്ച് എല്ലാ കാര്യങ്ങളും പിള്ളേരെ ഞങ്ങള് കൊണ്ടുപോയോ.
ജനറൽ ഹോസ്പിറ്റലില് അകത്ത് സർജറി ചെയ്ത് കത്തിരി വരെ കടന്ന ഒരു കേസാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തതാണ്. പിന്നെ നെയ്യാറ്റിൻകരയിൽ ഒരുപാട് കേസുകളായിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര സങ്കടം തന്നെ. ജീവിതം അവരത് ഒന്നും ഇതുവരെ വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവള് വേദന സഹിക്കും. ഇപ്പൊ അവളെ മുമ്പ് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി എന്റെ പിള്ള വേദന കൊണ്ട് സഹിച്ചല്ലോ ചെയ്യുമോന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം. ഇത് എത്തേണ്ട അവിടത്ത് എത്തിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് കൊടുത്ത് ആ അമ്മയുടെ സങ്കടം കരച്ചിലും കണ്ടല്ലോ. അവരെ മോള അവർക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം. ആശുപത്രി ഇതിനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം.